ഹലോ ഗായ്സ്, മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നൊരു ഹൈപ്പർ ചാർജർ വിസിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ കരുതുന്ന ഹൈപ്പർ ചാർജർ ഇപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പർ ചാർജർ ഇപ്പോൾ കുറേ ആൾക്കാർ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഹൈപ്പർ ചാർജറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈപ്പർ ചാർജർ അവിടെ ഉള്ള കാര്യം ആർക്കും അറിയില്ല എന്നാണ്. ഗായ്സ്, ഇത് ഒന്നല്ല, 2 ഹൈപ്പർ ചാർജർ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ജില്ലയിൽ തന്നെ 2 ഹൈപ്പർ ചാർജറുള്ളത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. എന്തായാലും ചാർജർ എന്തായാലും മസ്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ചാർജ് ഞാൻ ഡിക്കിയിലാക്കട്ടെ. 50 കിലോമീറ്റർ റേഡിയസിൻ്റെ മേലെ നമ്മൾ എപ്പോൾ ഓടുകയാണെങ്കിലും മസ്റ്റായിട്ട് ചാർജർ കീപ്പ് ചെയ്യണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഡിക്കി ചാർജർ കയറ്റിയിട്ട് നമ്മൾ നൈസായിട്ട് മൂവ് ചെയ്യാണ്. നമ്മുടെ വണ്ടിയിൽ നമ്മുടെ 135 കിലോമീറ്റർ ഓടും. ഗൈസ്, ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും മൈലേജ് എന്തായാലും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്തായാലും മൈലേജിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട്. നമ്മൾ ഫുള്ള് കോൺസെൻട്രേഷൻ ഹൈപ്പർ ചാർജറും അതിൻ്റെ ലൊക്കേഷനുമാണ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. വിശേഷങ്ങളൊക്കെ വഴിയും എല്ലാം പറയാം. ഹൈപ്പർ ചാർജിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വീലേഴ്സ് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു വഴിയാണ്. ഈ വീട്ടിൽ EV സ്കൂട്ടേഴ്സുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. 0 to 100% ആവണമെന്നുണ്ടെങ്കിൽ 5 to 6 മണിക്കൂർ വണ്ടി കുത്തി വയ്ക്കണം. എന്നാലോ ഈ ഹൈപ്പർ ചാർജർ ഉണ്ടല്ലോ, ഹൈപ്പർ ചാർജർ നമ്മൾ വണ്ടി കുത്തി വെച്ച് കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു 20% to 70% ആകാൻ 45 മിനിറ്റ് മതി. ഓലയുടെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനാണ് സാധാരണ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈപ്പർ ചാർജർ എന്ന് പറയാം. അതേപോലെ തന്നെ ഏതറിനുണ്ട്, ഏതർ ഗ്രിഡാണുള്ളത്. ഈ ഹൈപ്പർ ചാർജേഴ്സിന് പറഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടോ അതേപോലെ തന്നെ ഡിഫക്റ്റും ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഓലയുടെ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് അധികം സ്ഥലങ്ങളിലില്ല. ചുരുക്കം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് കാണാൻ കഴിയുള്ളൂ. അത് ഉള്ള കുറച്ച് ജില്ലകൾ എന്ന് പറയുന്നത് മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ വന്നു എന്ന് പറയുന്നുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു 4 ജില്ലകളിലെ ഞാൻ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് കണ്ടിട്ടുള്ളൂ. ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് സാധാരണ ഉണ്ടാവുക പറഞ്ഞാൽ ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു സൈഡിലാണ് അവർ സാധാരണ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് വെക്കാറ്. അപ്പോൾ നിങ്ങളെന്താ കരുതുക, അതിലൂടെ പാസ് ചെയ്യുമ്പോഴോ അവിടെ സ്റ്റേ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഹൈപ്പർ ചാർജർ യൂസ് ചെയ്ത് ചാർജ് ചെയ്യാമെന്ന് കരുതും. എന്നാൽ അവിടെ വരുന്നൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളവിടെ പോകുമ്പോൾ ഹൈപ്പർ ചാർജർ മിക്കവാറും വർക്കിംഗ് ആവില്ല, അല്ലെങ്കിൽ ഓക്കുപ്പൈഡ് ആയിരിക്കും. ഒരു 50% വർക്കിംഗ് ആയിരിക്കില്ല. കേരളത്തിലെ അധികം സ്ഥലത്തൊന്നും ഈ ഹൈപ്പർ ചാർജർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ആളുകൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് കൂടും. എന്ന് വെച്ചാൽ ഹൈപ്പർ ചാർജർ വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയ്ക്ക് വരും. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളാണ് തൃശ്ശൂർ, എറണാകുളം. ഈ 2 സിറ്റികളും അത്യാവശ്യം നല്ല റഷുള്ള സിറ്റികളാണ്. അവിടെ കസ്റ്റമേഴ്സ് നന്നായിട്ട് ഹൈപ്പർ ചാർജർ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഹൈപ്പർ ചാർജറിൻ്റെ എണ്ണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഡാമേജും അധികം നല്ലതുണ്ട്. എന്ന് വെച്ചാൽ എറണാകുളത്തായാലും തൃശ്ശൂരായാലും മിക്കവാറും സമയമൊന്നും ഹൈപ്പർ ചാർജേഴ്സ് വർക്ക് ചെയ്യാറില്ല. ചുരുക്കി പറഞ്ഞാൽ ഓല ഹൈപ്പർ ചാർജറും ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. എന്നാലോ നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഹൈപ്പർ ചാർജിങ് സ്റ്റേഷനിൽ എത്തി എഴുതിക്കോ, അവിടെ പോയി കുത്തിയിടുമ്പോഴും 2 പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വണ്ടി 20% to 70% ഹൈപ്പർ ചാർജിങ് ആക്ടിവേറ്റ് ഉള്ളൂ. എന്ന് വെച്ചാൽ 20% ചാർജ് വണ്ടിയിൽ വേണം. ഈ 20%-ൻ്റെ താഴെ പോയാലും ഈ 70%-ൻ്റെ മേലെ പോയാലും വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ചാർജിങ് ആവും. എന്ന് വെച്ചാൽ ഹൈപ്പർ ചാർജർ സ്ലോ ചാർജിങ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത് തന്നെ പ്രശ്നമാണ് ഹീറ്റിംഗ് ഇഷ്യൂ. വണ്ടി നിങ്ങൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഓടിച്ച് വന്ന് കുത്തിയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ടെമ്പറേച്ചർ കൂടും. ഈ ബാറ്ററി ടെമ്പറേച്ചർ കൂടുകയാണ് എക്സാക്റ്റായി പറഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൽ ബാറ്ററി ടെമ്പറേച്ചർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ ബാറ്ററി ടെമ്പറേച്ചർ 46-ൻ്റെ മേലെ പോയി കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ചാർജിങ് ആയിപ്പോകും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്താണ് ഞാനൊരു ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ കാണുന്നത്. ഈ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷന് 1 അല്ല 2 പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാണെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, ഈ ഭാരത് പെട്രോൾ പമ്പിൻ്റെ ഒരു സൈഡിലാണ് സാധാരണ ഈ ഓല ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ സാധാരണ വെക്കാറ്. എന്നാൽ ഈ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് വെച്ചിരിക്കുന്നത് ഓലയുടെ ഷോറൂമിൻ്റെ മുന്നിലാണ്. കേരളത്തിലെ ആദ്യമായിട്ടാണ് ഞാൻ ഓലയുടെ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷന് ഷോറൂമിൻ്റെ മുന്നിൽ കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഒരു ജില്ലയിൽ സാധാരണ ഒരു ഹൈപ്പർ ചാർജിങ് സ്റ്റേഷനെ വെക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവാറുള്ളൂ. അതും ചില ചുരുക്കം ജില്ലകളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ജില്ലയിൽ 2 ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. വേറെ എവിടെയല്ല, നമ്മുടെ കോഴിക്കോടാണ്. ഈ കോഴിക്കോടിൽ ഈ 2 ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. ഈ പുതിയ ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ അവിടെ ഉള്ള കാര്യം കോഴിക്കോടുകാർക്ക് പോലും അറിയാൻ സംശയമാണ്. അധികം ആളുകളൊന്നും അങ്ങോട്ട് പോകാറില്ല. കാരണം ഇത് അവിടെ ഉള്ള കാര്യം
അധികം ആർക്കും അറിയില്ല. ഫൈനലി ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോട് മാനഞ്ചിറയുള്ള BPCL പമ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിൽക്കുന്ന ഹൈപ്പർ ചാർജറാണ് നമ്മൾ കാണുന്നത്. പ്രതീക്ഷിച്ചമാതിരി തന്നെ ഒന്ന് വർക്കിംഗ് അല്ല, മറ്റത് വർക്കിംഗ് ആണ്, പക്ഷെ അത് ഓക്കുപ്പൈഡ് ആണ്. വർക്ക് ചെയ്യാത്തത് കുത്തിക്കഴിഞ്ഞാൽ ഇത് പോലെയാണ്, ഒരു റെസ്പോൺസും ഇല്ല. ഹൈപ്പർ ചാർജിങ് പോലും എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ കരുതി എന്നാൽ അപ്പുറത്തേക്ക് ചാർജ് ആക്കാറാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതിനേക്കാൾ ശോകം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പവർ കുത്തിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കയറും, വീണ്ടും കട്ടാവും, 10 മിനിറ്റ് കയറും, വീണ്ടും കട്ടാവും. എന്താ അല്ലേ, ഇതാണ് ഇതേപോലെ. നിങ്ങളിത് കണ്ടില്ലേ, എനിക്ക് ഇനി 50 കിലോമീറ്റർ ഇനി ഓടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്ന് ഏകദേശം 75 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഈ ഹൈപ്പർ ചാർജിൻ്റെ അടുത്തേക്ക് ദൂരം പറഞ്ഞാൽ 71 കിലോമീറ്ററാണ് കറക്റ്റ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റത്തെ ഹൈപ്പർ ചാർജർ നമ്മൾ കണ്ടു. ഈ രണ്ടാമത്തെ ഹൈപ്പർ ചാർജർ നമ്മൾ കാണാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ ഹൈപ്പർ ചാർജർ എന്നാൽ ഫസ്റ്റ് ഹൈപ്പർ ചാർജറിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരമാണ്. നമ്മുടെ കോഴിക്കോട് മലപ്പുറം റൂട്ടിലാണ് ഇത് കിടക്കുന്നത്. ഫറൂഖിൻ്റെ സൈഡാന്ന് പറയാൻ പറ്റും, പക്ഷേ ഫറൂഖിൻ്റെ അവിടുത്തെ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓലയുടെ ബോർഡ് നമ്മൾ കാണുന്നുണ്ട്. ഇതെൻ്റെ ഈ സർവീസ് സെൻറ്ററിൻ്റെ നേരെ മുന്നിലായിട്ടാണ് നമ്മുടെ ഹൈപ്പർ ചാർജറിൻ്റെ. ഇതാണ് നമ്മുടെ ഹൈപ്പർ ചാർജർ. വന്നപ്പോൾ ആൾറെഡി ഒന്ന് ഒക്കുപ്പൈഡ് ആയിരുന്നു, മറ്റൊന്ന് ഫ്രീ ഉണ്ട്. ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഒന്ന് കുത്തി നോക്കാം. ഒന്ന് മെല്ലെ വെച്ചിട്ട് ഹാർഡായി പ്രസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നേരെ പോയി സ്ക്രീനിൽ നോക്കുമ്പോൾ ഹൈപ്പർ ചാർജിനും കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ചാർജ് ചെയ്യുകയാണോ വെച്ചാൽ ഇപ്പോഴും അല്ല. നിങ്ങളവിടെ കണ്ടല്ലോ 26 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ അടിയിൽ ഒരു ടൈം കാണിക്കും, ഒരു എക്സാക്ട് ടൈം. എപ്പോഴാണ് വണ്ടി 70% ആവാമെന്ന് കാണിക്കുന്നൊരു ടൈമാണ്. അതിലിപ്പോഴും കാണിക്കുന്നില്ല. അതിനർത്ഥം അതിപ്പോഴും ചാർജിങ്ങിലല്ല. നിങ്ങൾ നോക്കുമ്പോൾ ഈ 26ൻ്റെ അടിയിൽ ഒരു ഡോട്ടാണ് കാണിക്കുന്നത് വെച്ചാൽ അത് ചാർജിങ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചാർജിങ് ഫ്രീ ആയിട്ടുണ്ട്. നമുക്കൊന്ന് കുത്തി നോക്കാം എന്താ അവസ്ഥ എന്ന്. നല്ല വെച്ചിട്ട് നല്ല ഓക്കെ ആൻസറായിട്ട് നമുക്കിത് ഇതിൽ ടൈമാണ് നമുക്ക് കിട്ടേണ്ടത്. എന്ന് വെച്ചാൽ ഈ 17% ബൈ ഒരു ടൈം അവിടെ കാണിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ വർക്കിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ടൈം കിട്ടിയിട്ടുണ്ട്. 4:03 ആകുമ്പോഴത്തേന് 70% എന്നാണ് പറയുന്നത്. വണ്ടിയിലിപ്പോൾ 39 കിലോമീറ്ററോളം ചാർജ് ഉണ്ട്. ഇപ്പോഴത്തെ ടൈം പറയുന്നത് 3:33. നമ്മളിനി വണ്ടിയുടെ ഒരു കാര്യം കൂടി നോക്കാം. നമ്മുടെ വണ്ടിയുടെ ടെമ്പറേച്ചർ. വണ്ടിയുടെ ടെമ്പറേച്ചർ ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ എത്ര വരെ പോകുന്നു നോക്കി നോക്കാം നോക്കുന്നത്. ഈ ഹൈപ്പർ ചാർജറിലെ കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊളത്തൂർ ശാരദാ മന്ദിരമാണ്. കോഴിക്കോട് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരിക. ലാൻഡ്മാർക്കായിട്ട് നിങ്ങൾക്ക് ഈ അമാന ടൊയോട്ട ഒന്ന് ഉപയോഗിക്കാം. പിന്നെ ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ഷോറൂമിൻ്റെ ലിങ്കാണത്. ആ ഷോറൂമിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഹൈപ്പർ ചാർജറും. അപ്പോൾ കാര്യം നമ്മുടെ ചാർജിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 63%, 53 ഡിഗ്രി സെൽഷ്യസും. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ സ്ലോ ചാർജിങ് ആണ് ഇപ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ചാർജിങ് വെക്കാം. സ്ക്രീനിൽ ഇപ്പോൾ സ്റ്റോപ്പ് ചാർജിങ് കാണിക്കും. അത് ഞെക്കൊരു ചെറിയൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേട്ട് നമുക്ക് അൺപ്ലഗ് ചെയ്യാം. എനിക്കിപ്പോൾ 88 കിലോമീറ്റർ ഓടാൻ പറ്റും. എന്തായാലും വീട്ടിലെത്തുന്ന കരുതാം. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ വണ്ടിയിലാകെ 2 കിലോമീറ്ററോളം ചാർജ് മാത്രമേ ഉള്ളൂ. ലെക്കാണോ ചോദിച്ചാൽ ലെക്കല്ല, ഏകദേശം കാൽക്കുലേഷൻ തന്നെയാണ്. ഇതൊന്നും ആയിരുന്നില്ല. ഒരു 10 കിലോമീറ്ററിന് ഞാൻ എസ്റ്റിമേറ്റ് ചെയ്താൽ, പക്ഷേ വരുന്ന വഴിയിൽ മൊത്തം ട്രാഫിക്കായിരുന്നു. അങ്ങനെ പറയാൻ ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഗൈസ്, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് മീ മാരിയോ സൈനിങ് ഓഫ്.